നേരെ പോകുന്നത് കണ്ണൂരിലേക്കാണ്. അവിടെ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം അത് കണ്ണൂർ കുപ്പം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ 6ാം ദിവസവും അതിന്റെ ആശങ്കയൊന്നും ഒഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ വാർത്തയെ ഇടപിടിക്കുന്നത്. മണ്ണിടിച്ചിൽ തടയാനുള്ള ശ്രമത്തിനിടെ വീണ്ടും വ്യാപകമായി അവിടെ മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രദേശത്തെ എല്ലാ ആൾക്കാരെയും ഒരു മുൾമുനയിലാക്കിയിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിന് ദ്രുതഗതിയിലുള്ള ശ്രമം നടക്കുമെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ആ സ്ഥലം സന്ദർശിച്ച ശേഷം ഇന്ന് പ്രതികരിക്കുകയും ചെയ്തു. ഒരു റിപ്പോർട്ട് കാണാം. മഴയൊന്ന് പെയ്തു തുടങ്ങിയപ്പോൾ ദേശീയപാതയിലെ കുപ്പത്ത് എന്താണ് സംഭവിച്ചത്? നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ അപകടം ചൂണ്ടിക്കാണിച്ചിരുന്നു. കുന്നിടിച്ചു പാത നിർമ്മിച്ചയിടം ഇപ്പോൾ പൂർണ്ണമായി തകർന്നടിഞ്ഞു. വെള്ളവും ചെളിയും വീടുകളിലേക്ക് ഒലിച്ചിറങ്ങി ദുരിതം നേരിട്ടത് നിരവധി കുടുംബങ്ങൾ. കുന്നിടിക്കുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. DPRൽ തന്നെ അപാകതയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി തന്നെ സമ്മതിച്ചതാണ്. വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ ഡ്രൈനേജ് സംവിധാനവും ഒരുക്കിയില്ല. ഇനി അത് അതിവേഗത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. ഇന്ന് നമ്മളിവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് അവർ 2-3 കാര്യങ്ങൾ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒന്ന്, ഡ്രെയിനേജ് അവർ കണക്ട് ചെയ്യാം, ഇവിടേക്കുള്ളൊരു ലെവൽ കണക്ട് ചെയ്യാം എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ അലൈൻമെൻറ്റിൻ്റെ ഹൈറ്റിൻ്റെ അലൈൻമെൻറ്റിൻ്റെ കാര്യവും നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഒരു എക്സ്പേർട്ട് ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ കണ്ണൂർ വരും. ഇതിൽ ഫർദറായിട്ട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ കൺസൾട്ടേഷനോട് കൂടി ഫൈനലൈസ് ചെയ്തൊരു പ്ലാൻ തരുന്നതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. മണ്ണിടിച്ചിൽ തടയാൻ ഇതുപോലെ മെറ്റൽ നിരത്തി മണ്ണിന് ബലം നൽകാനാണ് ശ്രമം. എന്നാൽ നമ്മൾ കാണുന്നത് പോലെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇന്ന് മണ്ണിടിച്ചിലുണ്ടായത്. അത് തടയാൻ ഇതുകൊണ്ട് സാധിക്കണമെന്നില്ല. അതിന് മറ്റു പരിഹാര മാർഗങ്ങൾ കണ്ടേ തീരൂ. പ്രദേശവാസികളുടെ ആശങ്ക ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇപ്പോൾ ഈ കാണുന്ന ഈ ദൃശ്യം കാരണം വെച്ചാൽ ഇന്നലെ ഒരു ചെറിയ ഇടിച്ചിലാണ് ഉണ്ടായത്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 2-3 ദിവസം മുന്നേ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകൾ ഭാഗം ഇടിയും. അപ്പോൾ 10-40 കുടുംബങ്ങൾക്ക് ഒരു ഭീഷണിയാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവരതൊരു ഗൗരവത്തിലെടുക്കുന്ന ഒരു പ്രശ്നമില്ല. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കുക എന്നതിന് തന്നെയാണ് മുഖ്യ പരിഗണന നൽകേണ്ടത്. അതിനുശേഷം ഇവിടെ എന്തു സംഭവിച്ചു, ആർക്ക് വീഴ്ച സംഭവിച്ചു എന്നതിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവണം. കുപ്പത്ത് നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും ഷിരൂരിലെ ആ വലിയ മണ്ണിടിച്ചിലൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ അത്രമാത്രം വലുതല്ലെങ്കിൽ കൂടി അവിടുത്തെ ആശങ്ക അതുപോലെ നിൽക്കുന്നു. ഇനിയും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ, കൂടുതൽ മഴ ശക്തമായി വരുമ്പോഴത്തേക്കും കൂടുതലിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ എന്നതാണ് ആ പ്രദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുന്നത്. എന്തായാലും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ആ നിർമ്മാണം മുന്നോട്ട് പോവുകയും വേണം. അപ്പോൾ എന്താണ് ഇതിന് പരിഹാരം? അതാണിപ്പോൾ ജില്ലാ ഭരണകൂടം അടക്കം അതിൽ ആലോചിക്കുന്നത്.